ഉം. ഓക്കെ, യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല. ഓൾറെഡി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ഇനി വാട്സാപ്പിലൊന്ന് ക്ലിക്ക് ചെയ്തേ. വാട്സാപ്പ് ഐക്കണിൽ കണക്ട് ചെയ്തായിരുന്നോ? വാട്സാപ്പ് കണക്ട് ചെയ്തായിരുന്നോ? വാട്സാപ്പിൽ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ അക്കൗണ്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്തേ. അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് വാട്സാപ്പ് കണക്ട് ചെയ്യുന്നത്. ഏതിലാ? ആഡ് അക്കൗണ്ട് കണ്ടോ? ആഡ് അക്കൗണ്ട് ആഡ് അക്കൗണ്ട്. ഓക്കെ, ഇതിൽ ഓൾറെഡി എനിക്ക് തോന്നുന്നത് 2 അക്കൗണ്ട് ഓൾറെഡി ഉണ്ട് തോന്നുന്നു, ആഡ് ആയിട്ടുണ്ട്. വേണോ ഇനി ഒന്നും കൂടെ കൊടുക്കണോ? കൊടുത്തു നോക്കാം അല്ലേ? വേണ്ട വേണ്ട, രണ്ടെണ്ണം കണക്ട് ആയിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, അതാ നോക്കാം, ഒരു മിനിറ്റ്, ഇതും കൂടെ സെറ്റ് ചെയ്യാം. ഒരു കുഴപ്പമില്ല, ഒരെണ്ണം കണക്ട് ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതാ, കുഴപ്പമില്ല. വാട്സാപ്പ് എടുത്താൽ കൂടി ബാക്ക് ടു ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് ഒരു മിനിറ്റ്, ഞാൻ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിട്ട് കയറി. ക്ലിക്ക് ആയില്ലേ? ഇനി എന്താ വേണ്ടേ? മൂന്നെണ്ണം കണക്ട് ആയിട്ടുണ്ട്. മൂന്നെണ്ണം കണക്ട് ആയി. ഇനിയിപ്പം എന്റേതേ ഇത് എനിക്ക് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ഒന്ന് ആഡ് ചെയ്യണം. ശരിക്കും ഇത് വേണ്ട എനിക്ക്. ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ മറ്റേ നമ്പർ ആഡ് ചെയ്താൽ പോരെ, നോർമലി ചെയ്ത മാതിരി? ഓക്കെ ഓക്കെ ഓക്കെ. ഡാഷ്ബോർഡ് എടുത്ത് വാട്സാപ്പ് ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ മൂന്നെണ്ണം കണക്ട് ചെയ്തു ഓൾറെഡി. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പില് കോൺടാക്ട്സ് ആഡ് ചെയ്യണം. ഓക്കെ, ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കോൺടാക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ അല്ല ഇതിലല്ലേ? ഇതാണോ കോൺടാക്ട്? അതാ ക്ലിക്ക് ചെയ്യണ്ടേ? അതെ, കോൺടാക്ട്സ് ക്ലിക്ക് ചെയ്ത് ഓക്കെ, കോൺടാക്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ അവിടെ? പ്ലസ് ഐക്കൺ ലെഫ്റ്റ് സൈഡില്, റൈറ്റ് സൈഡില് പ്ലസ് ഐക്കൺ. പ്ലസ് ഐക്കൺ കണ്ടു. പ്ലസ് ഐക്കൺ, ആഡ് ന്യൂ, ആഡ് ഒരു ഗ്രൂപ്പ് നെയിം കൊടുക്കുക അവിടെ. എക്സാമ്പിൾ ടെസ്റ്റ് 1 അങ്ങനെ എന്തെങ്കിലും ഇവിടെ. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ്. ഇത് എന്തിന്റെയാണ് ശരിക്കും ഈ ഗ്രൂപ്പ് കോണ്ടാക്ട് നെയിം എന്ന് പറയുന്നത്? ഇത് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം, കോണ്ടാക്ട്സ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ഗ്രൂപ്പ് ഫസ്റ്റ് ക്യാമ്പയിനിലുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു 20 പേരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യണം ഈ ഗ്രൂപ്പിലേക്ക്. ആദ്യം നമ്മൾ കോണ്ടാക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്പർ ലോഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം അല്ലേ? ഓക്കെ, എന്തായി? ഫിഫ്തോ എന്ന് പറയുന്ന ഗ്രൂപ്പ് ആഡ് ആയി. ഇനി അതിൽ 0 കോണ്ടാക്ട്സ്. അതെ, അപ്പം ഈ 0 കോണ്ടാക്ട്സ് നമുക്ക് ഒരു 10 കോണ്ടാക്ട്സ് ആഡ് ചെയ്യാം. അതിൽ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതല്ലേ? അതല്ല, അതിന്റെ പുറത്ത് ഇതിൽ പക്ഷെ ഐക്കൺ ഇത് കാണിക്കുന്നില്ല. ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പ് ഇങ്ങനെ വരും. സോ ഈ ഗ്രൂപ്പില് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇമ്പോർട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യും. ഓക്കെ, അതില് വയ ഫോം എന്ന് പറയുന്നതിനകത്ത് ക്ലിക്ക് ചെയ്യും. ഫോം വഴി എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, ഓൾറെഡി ഉണ്ടല്ലോ നമ്പർ, എക്സൽ എടുത്ത് ഒരു 10 നമ്പർ എടുത്ത് സെലക്ട് ചെയ്ത് ഫസ്റ്റ് ഒരു 10 നമ്പർ സെലക്ട് ചെയ്ത് ഈ ഫസ്റ്റ് എടുത്തോ. അല്ല, അത് എന്റെ കറണ്ട് വന്ന് ലോഗിനിലെ കേസാണ്. ഇത് സെൻഡ് ആവോ? സെൻഡ് ആവും. ഒരു മിനിറ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റിയെടുക്കും.
പേസ്റ്റ് ചെയ്യാം. ചെയ്യുമ്പോൾ കൺട്രി കോഡും കൂടെ ആഡ് ചെയ്യണം. ഇതിൽ കൺട്രി കോഡ് ഇല്ല, ഏതാണ്? കൺട്രി കോഡും കൂടെ ആഡ് ചെയ്യണം. അതായത് പേസ്റ്റ് ചെയ്യല്ലേ? കൺട്രി കോഡ് ആഡ് ചെയ്യണം. കൺട്രി കോഡ്. കൺട്രി കോഡ് ആഡ് ചെയ്യണം. ഓക്കെ. ഇപ്പൊ 9 ബാക്കിയെല്ലാം പേസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അങ്ങനെ എല്ലാ നമ്പറിന്റെ ഫ്രണ്ടില് 91 ആഡ് ചെയ്യണം എന്നാ പറയുന്നേ. ഇങ്ങനെ. ഓക്കെ. എക്സലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ അത് ഞാൻ ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്യുന്നതിന്റെ കോഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കേട്ടില്ല. എക്സലില് സിമ്പിൾ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഒരുമിച്ച്. അതെങ്ങനെയാ? ഞാൻ പറഞ്ഞുതരാം, അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് തൽക്കാലം ആഡ് ചെയ്യും. സബ്മിറ്റ് എന്നിട്ട് സബ്മിറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് കോൺടാക്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ കോൺടാക്ട് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പറയുന്ന ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യാം? ഗ്രൂപ്പ്സ് നമുക്ക് ഇതേപോലെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഈ പറയുന്ന ഓപ്ഷൻസ് ഉണ്ടോ? റിപ്പോർട്ട്, പ്രൊഫൈല്, ബൾക്ക് മെസ്സേജിങ്, ചാറ്റ് ബോട്ട്, ഓട്ടോ റെസ്പോണ്ട്, പാർട്ടിസിപ്പന്റ് ആൻഡ് API. ഓക്കെ, അതില് ബൾക്ക് മെസ്സേജിങ്ങിൽ ക്ലിക്ക് ചെയ്യാം. ബൾക്ക് മെസ്സേജിങ്. ഓക്കെ, ബൾക്ക് മെസ്സേജിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ സ്റ്റെപ്പ് 1 എന്ത് ചെയ്തു? സ്റ്റെപ്പ് 1 നമ്മൾ എന്ത് ചെയ്തു? നമ്പർ കണക്ട് ചെയ്തു. സ്റ്റെപ്പ് 2 കോൺടാക്ട് ആഡ് ചെയ്തു. സ്റ്റെപ്പ് 3 ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പോൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ? പ്ലസ്, അതിൽ ക്ലിക്ക് ചെയ്യും. ന്യൂ ക്യാമ്പയിൻ. ഓക്കെ, സെലക്ട് പ്രൊഫൈല് എടുത്ത് സെലക്ട് പ്രൊഫൈൽ. അപ്പൊ ഇതില് 3 നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യാം അല്ലേ? ഏതിനാണോ ക്യാമ്പയിൻ പോകേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി താഴത്തേക്ക് സ്ക്രോൾ ചെയ്തു. എന്ത് മിസ്സായിട്ടുണ്ട്? മേളിലേക്ക് സ്ക്രോൾ ചെയ്തു. ഓക്കെ, ക്യാമ്പയിൻ നെയിം കൊടുത്ത് ക്യാമ്പയിൻ 1 എന്ന് കൊടുക്കും. ക്യാമ്പയിൻ നെയിം ഇതൊന്നും കസ്റ്റമർക്ക് പക്ഷെ പോവില്ലല്ലോ. ഇത് നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതല്ലേ. സെലക്ട് കോൺടാക്ട് ഗ്രൂപ്പ് കൊടുക്കും. സെലക്ട് കോൺടാക്ട് ഗ്രൂപ്പ് കൊടുത്തു. നമ്മൾ കൊടുത്ത സെലക്ട് ചെയ്ത ഗ്രൂപ്പ് ഒക്കെ ഇവിടെ വരും. കോൺടാക്ട് ഗ്രൂപ്പ് അതിൽ സെലക്ട് ചെയ്യും. പിന്നെ നമുക്ക് ഫയൽ മാനേജറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇമേജോ വീഡിയോ ഓഡിയോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫയൽ മാനേജറിലാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ? ഇതിലെങ്ങനെ ബ്രൗസ് ചെയ്യും? ബ്രൗസ് ചെയ്യാനായിട്ട് താഴത്തേക്ക് ഫയൽ ഓപ്ഷൻ ക്ലിക്ക് അതല്ല ഡൺ കൊടുക്കും. ആഡ് ഫയലിന്റെ തൊട്ടിപ്പുറത്ത് ഒരു അപ്ലോഡ് ഓപ്ഷൻ ഉണ്ടോ? ഇതാണല്ലേ ഫയൽ ചൂസർ. അതിൽ ക്ലിക്ക് ഫയൽ മാനേജറിന്റെ ഇപ്പുറത്ത്. ഓക്കെ, ഇനി എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ താഴെ റൈറ്റ് ക്യാപ്ഷൻ കണ്ടോ? ക്യാപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടന്റ് ആഡ് ചെയ്യാം. അത് മെസ്സേജ് ആയിട്ട് പോവോ കസ്റ്റമർക്ക്? അല്ല, ക്യാപ്ഷൻ മെസ്സേജിൽ കാണിക്കുമോ? മെസ്സേജിൽ കാണിക്കും. ഓക്കെ, അപ്പൊ അത് വേണ്ടല്ലോ. മെസ്സേജ് ഇല്ലേ? അത് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താ പോരെ? മെസ്സേജ് ഇല്ലേ? ഇമേജ് മാത്രമേ ഉള്ളൂ. ഇമേജ് ആണ് പോണ്ടത്.
ഓക്കെ, മെസ്സേജ് വേണമെങ്കിൽ ജസ്റ്റ് ഹായ് ആ എന്നോ അല്ലെങ്കിൽ പ്ലീസ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഇമേജ് മാത്രമായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ആ കുഴപ്പമില്ല. ഇമേജ് മാത്രം ഇതിന് പോയാൽ മതി. അടുത്തന്നെ എനിക്ക് ക്യാപ്ഷൻ ശരിക്ക് പ്രിപ്പയർ ആക്കണം. ഇനി താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ടൈം ആ പോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കണ്ടോ? ആ താഴത്തേക്ക് സ്ക്രോൾ ചെയ്തൊന്നുകൂടി. ആ ടൈം പോസ്റ്റ്. അതില് 5:26 സിസ്റ്റത്തിലെ ടൈം 5:29 ആണ് അല്ലേ? ആ ആ അപ്പോ ഒരു 5:30 കൊടുക്കുക. കാര്യം 5:30 ആകുമ്പോൾ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഇവിടെയാ അതിൽ നൗ കൊടുത്താൽ മതി, നൗ കൊടുത്താൽ മതി, നൗ കൊടുത്താൽ മതി, നൗ ഞാൻ ക്ലിക്ക് ചെയ്താൽ കൊടുത്താൽ മതി. മതി. ഓക്കെ. അപ്പോൾ ഇപ്പൊ എത്രയാണോ സിസ്റ്റത്തിൽ എത്രയാണോ ആ ടൈം 5:29 വരും. അത് 5:30 ആകുമ്പോൾ ഒന്നുകൂടിയും ക്ലിക്ക് ചെയ്തിട്ട് നൗ കൊടുക്കുക. ആ ഓക്കെ. ഓക്കെ. സെക്കൻഡ്, അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിലെ ടൈമും നമ്മൾ കൊടുക്കുന്ന ടൈമും സെയിം ആയിരിക്കണം, അത് മനസ്സിലായി. എന്നാലേ മെസ്സേജ് പോവുള്ളൂ, അല്ലെങ്കിൽ മെസ്സേജ് ഓക്കെ. പോവില്ല. ആ അതിന്റെ താഴെ ടൈം റാൻഡം ടൈം കണ്ടില്ലേ? ആ അതില് മിനിമം ടൈം സെക്കൻഡ്സിൽ 30 to 60 അല്ലെങ്കിൽ 60 to 90 ഇതിൽ ഏതെങ്കിലും ഒന്നേ കൊടുക്കാവും. അവിടെ 30 to 60 കൊടുത്തോ? ഒരു മിനിറ്റ്. ഇതിൽ 30 കൊടുത്തോ? ഇതില് അങ്ങനെ ഇല്ലല്ലോ, 30 to 60 ഇല്ലല്ലോ. 30 കൊടുത്താൽ മതി. 30. 30യാ? ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ടൈം ഡിലേ ബിറ്റ്വീൻ മെസ്സേജസ്. തൊട്ടപ്പുറത്ത് 60. അപ്പുറത്ത് 60. ഓക്കെ. ഉം. അപ്പം ഇവിടെ 30 സെക്കൻഡ്സും ഇതിൽ 60 സെക്കൻഡ്സും, അല്ലെങ്കിൽ ഉം. ഇവിടെ 60 സെക്കൻഡ്സും ഇവിടെ 90 സെക്കൻഡ്സും. ഓക്കെ. ഓക്കെ. അതങ്ങനെ കൊടുക്കുന്നോണ്ടുള്ള ഡിഫറൻസ് എന്താ അത് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ടൈം ഡിലേ ആണ്. അത് വാട്സപ്പിന്റെ ഓൾഗരിതം അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ടൈം ഡിലേ ആണ് ഈച്ച് മെസ്സേജസ്. ഓക്കെ. അപ്പോൾ മിനിറ്റിൽ 1 to 2 മെസ്സേജസ് പോകത്തുള്ളൂ. ഓക്കെ. ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. അത് നമുക്ക് കുറയ്ക്കാൻ കൂട്ടാം, പക്ഷെ ബെറ്റർ സേഫ് എപ്പോഴും ഇതാണ് 30 to 60 ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു മിനിറ്റില് ഒരു മിനിറ്റിൽ 2 മെസ്സേജ് ആണ് പോവാ പോലെ. അതെ. ഇപ്പൊ നമ്മള് ഇവിടെ സെലക്ട് ടൈം ഉണ്ടോ? ഷെഡ്യൂൾ ടൈമിന്റെ അവിടെ ഡേ ടൈം അതൊന്നും കൊടുക്കണ്ട, അതൊക്കെ തന്നെ അങ്ങനെ തന്നെ ചെയ്യുക. അഗെയിൻ ടൈം പോസ്റ്റിൽ വന്നിട്ട് 5:31 ആക്കുക, നൗ കൊടുക്കുക. ഓക്കെ. 5:31 നൗ കൊടുത്തു കഴിഞ്ഞാൽ 5:31 ആയി. ഇനി നേരെ സ്റ്റാർട്ടിങ് കൊടുത്താൽ മതി. ഇനി നേരെ ഷെഡ്യൂളാ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എന്തായി? ക്യാമ്പയിൻ ഷെഡ്യൂൾ ആയി. ഓക്കെ. ഇനി ഈച്ച് മെസ്സേജ് 30 to 60 സെക്കൻഡ് ഡിലേ ഗ്യാപ്പിൽ മെസ്സേജ് റൺ ആവും. ഇങ്ങനെ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇനി അതിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് ഇപ്പം നാളത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ടൈം കൊടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടേ? കൊടുത്തിട്ട് ഷെഡ്യൂൾ ചെയ്താൽ മതി. ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. രണ്ടാമത്തെ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത നമ്പറിൽ നെറ്റ് ഓൺ ആയിരിക്കണം. വാട്സ്ആപ്പ് ഉണ്ടല്ലോ, സെലക്ട് ചെയ്ത് വാട്സ്ആപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് നെറ്റ് ഓൺ ആയിരിക്കണം. പിന്നെ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ. അതിപ്പം വാട്സാപ്പ് നമ്പർ അല്ലെങ്കിൽ അത് ഓൾറെഡി ഫെയിൽഡിൽ വരില്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. ഇനി ഒന്നുമില്ലല്ലോ അല്ലേ? എത്രയേ ഉള്ളൂ. ഇതാണ് ഇതിനകത്ത് വരുന്നത്. ഈ ക്ലിക്ക് ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യും. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിന്റെ അവിടെ 2 കണ്ടോ? 2 മെസ്സേജ് പോയി. ഓക്കെ, 2 മെസ്സേജ് ഡെലിവർ ആയി. ഓട്ടോമാറ്റിക്കലി മെസ്സേജസ് പോകും. ഓക്കെ, 2 മെസ്സേജസ് ഡെലിവർ ആയതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഏതാണ്? 2 മെസ്സേജസ് ഡെലിവർ ആയി. ഓക്കെ. ഇനി ആ മെസ്സേജിൽ വാട്സാപ്പില്
ഓക്കെ, ഇനി ഇതിനകത്ത് ഉം. ഓട്ടോ റെസ്പോണ്ടർ, ചാറ്റ് ബോട്ട്, എക്സ്പോർട്ട് പാർട്ടിസിപ്പൻസ്, ഇത്രയും 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഉം. ഓക്കെ, ഉം. ഇതിനകത്ത് ഇതിന്റെ ഇൻഡിവിജ്വൽ വീഡിയോസ് ഞാൻ എന്ത് ചെയ്തുതരാം, ഓരോന്നിന്റെ അയച്ചു തരാം. സാറ് Okay. ടൈം പോലെ ഇരുന്ന്. ഓക്കെ, ആ